സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI ഫോറൻസിക് സംഘം ഇന്ന് വയനാട്ടിലെത്തും. CBIയുടെ അന്വേഷണ സംഘത്തിലെ മുഴുവൻ പേരും നാളെ പൂക്കോട് എത്തും. അതേസമയം കേസ് കൊച്ചിയിലെ CBI കോടതിയിലേക്ക് മാറ്റും. വിവരങ്ങളുമായി അർജുൻ ചേരുന്നു. അർജുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, അല്പസമയത്തിനകം തന്നെ CBI ഫോറൻസിക് സംഘം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന പോലീസ് അടക്കം ഇവിടെ എത്തി സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ എത്തുമ്പോൾ കൂടുതൽ CBI സംഘം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഡൽഹിയിലുള്ള സംഘമാണ് വയനാട്ടിൽ ഹാൾട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് തിരുവനന്തപുരത്തുള്ള കുറച്ച് CBIയുടെ ആളുകൾ കൂടി എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സംഘം വിപുലീകരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് CBIക്ക് ഉണ്ടാവുക. മാത്രമല്ല അതിലൂടെ കൃത്യമായ അന്വേഷണം നടത്തുക, അന്വേഷണം പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള നിലയ്ക്കായിരിക്കും CBI സംഘത്തിൻ്റെ ഇനിയുള്ള തുടർച്ചയുള്ള അന്വേഷണം ഉണ്ടാവുക. മാത്രമല്ല ഫോറൻസിക് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്, സംസ്ഥാന ഫോറൻസിക് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ CBIയുടെ ഫോറൻസിക് സംഘം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DYSP അടക്കം നേരത്തെ ഇവിടെ എത്തിയിരുന്നു. ഇവിടെ എത്തി കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച ശേഷമാണ് DYSP ഇവിടെ നിന്നും മടങ്ങിയത്. അല്പസമയത്തിനകം തന്നെ CBI സംഘം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളെല്ലാം ചോദ്യം ചെയ്യുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഇവിടെയുള്ള മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ മെൻസ് ഹോസ്റ്റലാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈ ഹോസ്റ്റൽ മുറിയിലാണ് സിദ്ധാർത്ഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കാണുന്നത്. അതിനു മുൻപ് തന്നെ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തുകയും, അതായത് വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തുകയും പിന്നീട് ആ മുറിയിൽ ആയിട്ട് 3 ദിവസം മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ഗൂഢാലോചന അടക്കം ഉൾപ്പെടുന്ന കേസായിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന അന്വേഷണത്തിലെ വീഴ്ചകൾ വലിയ രീതിയിൽ വിമർശനങ്ങൾ വഴിവെച്ചിരുന്നു. അത്തരത്തിൽ പിതാവടക്കം അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ കേസ് CBIക്ക് കൈമാറുന്നത്. CBIക്ക് കൈമാറിയ ശേഷം പിന്നീട് കോടതി ഇടപെട്ടുകൊണ്ട് CBI വയനാട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം SP-യുമായി കൂടിക്കാഴ്ച നടത്തി പിന്നീട് ഇവിടെ ഹാൾട്ട് ചെയ്ത, അതായത് ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ തൊട്ടടുത്ത് തന്നെ ഹാൾട്ട് ചെയ്ത അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഹോസ്റ്റലിലെത്തുകയും സിദ്ധാർത്ഥൻ്റെ മുറികൾ പരിശോധിക്കുകയും ചെയ്തു. സിദ്ധാർത്ഥൻ്റെ മുറിയും അതുപോലെ തന്നെ സിദ്ധാർത്ഥനെ മർദ്ദിച്ച മുറിയും ശുചിമുറി, അതായത് സിദ്ധാർത്ഥൻ മരണപ്പെട്ട് കിടന്ന ശുചിമുറി അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. പിതാവ്, അതായത് സിദ്ധാർത്ഥൻ്റെ പിതാവിനെ പിതാവിൻ്റെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്, അതായത് പൂക്കോട് വെറ്റിനറി ക്യാമ്പസിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് സംഘം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല CBIയുടെ മറ്റ് സംഘങ്ങളും ഇവിടേക്ക് എത്തിച്ചേരും, വിപുലീകരിക്കും. അതായത് അന്വേഷണ സംഘം വിപുലീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പിന്നീട് വിദ്യാർത്ഥികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതായത് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെല്ലാം ചോദ്യം ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 100-ലധികം സാക്ഷികളുണ്ട്. ഈ വിദ്യാർത്ഥികളെല്ലാം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല CBIയുടെ ഈ പട്ടിക നൽകിയപ്പോൾ, അതായത് FIR നൽകിയപ്പോൾ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അതിൽ 21 പേര് ഉണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അതായത് പ്രതികളായിട്ട് 21 പേരുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. സംസ്ഥാന പോലീസ് നൽകിയപ്പോൾ 20 പേരായിരുന്നു. അതിൽ 21-ലും പ്രതികൾ കൂടാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ആ പ്രതികൾ എന്നുള്ളത് നമുക്ക് ദിവസങ്ങൾക്കകം തന്നെ, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദേവിക. അർജുൻ, എത്ര മണിയോട് കൂടിയാണ് ഫോറൻസിക് സംഘം വയനാട്ടിലെത്തുക? എപ്പോഴായിരിക്കാം നടപടിക്രമങ്ങൾ ആരംഭിക്കുക? ദേവിക, 9 മണിക്കാണ് ഫോറൻസിക് സംഘം എത്തുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു സമയത്തിന് ചെറിയ മാറ്റമുണ്ട്. അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് സംഘം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിപുലമായിട്ടുള്ള ഒരു അന്വേഷണമാണ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഫോറൻസിക് സംഘവും അതുപോലെ തന്നെ CBIയുടെ ഫോറൻസിക് സംഘവും പോലീസും അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിപുലമായ അന്വേഷണമാണ് നടത്തുന്നത്. സംസ്ഥാന ഫോറൻസിക് സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവർ നേരത്തെ തന്നെ ഇവിടെ എത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് CBIക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകണമെന്നും കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ നൽകണമെന്നും കോടതി തന്നെ വിധിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേരള പോലീസ് ഇത്തരത്തിൽ ഇവിടെ എത്തുകയും വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ കയറ് കെട്ടി ഇത്തരത്തിൽ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് സംഘം ഇവിടെ എത്തുകയും CBI സംഘം ഇവിടെ എത്തുകയും പിന്നീട് വിദ്യാർത്ഥികളെ അടക്കം
ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ CBIക്ക് ആ കേസ് കൈമാറിയതിന് പിന്നെ പെട്ടെന്ന് തന്നെയായിരുന്നു പിന്നീടുള്ള CBIയുടെ പ്രതികരണം. ദ്രുതഗതിയിൽ CBI വയനാട്ടിലെത്തുകയും പിന്നീട് പിതാവിനെ അടക്കം വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ഉള്ള ഒരു അന്വേഷണമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും ആ കോടതിയിൽ നിന്നും, വയനാട്ടിലെ കോടതിയിൽ നിന്നും ഇപ്പോൾ CBI കോടതിയിലേക്ക്, കൊച്ചിയിലെ CBI കോടതിയിലേക്ക് ഇപ്പോൾ കേസ് മാറ്റിയിട്ടുമുണ്ട്. ദേവിക. അർജുൻ, പിടിയിലായ മുഴുവൻ പ്രതികളെയും അവിടെ എത്തിച്ചതിനു ശേഷമാണോ പരിശോധന ആരംഭിക്കുക? സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ദേവ്, അതായത് സിദ്ധാർത്ഥിൻ്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇന്ന് അവർ എത്തുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ മൊഴി എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ബാക്കിയുള്ള സാക്ഷികൾ, 100-ലധികം സാക്ഷികളുണ്ട്. ഈ സാക്ഷികളെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് CBI നീങ്ങുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്നും വന്ന ചില വീഴ്ചകളുണ്ട്. ഇത് കൃത്യമായി ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് CBIയുടെ വലിയ രീതിയിൽ അന്വേഷണം വേണ്ടതുണ്ട്. അത്തരത്തിൽ കൊലപാതകമാണോ അല്ലെങ്കിൽ ഇത് ആത്മഹത്യയാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൽ ഗൂഢാലോചന, എന്താണ് ഗൂഢാലോചന എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഗൂഢാലോചന അനുസരിച്ച് അത് ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണെന്നുള്ളത് നോക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇവരിൽ പറഞ്ഞിട്ടുള്ള 20-ലധികം പേരടങ്ങുന്ന ഈ ഒരു പ്രതിപ്പട്ടിക ആരൊക്കെയാണെന്നുള്ളത് കൂടി മനസ്സിലാക്കൊണ്ട് നേരത്തെ തന്നെ അക്ഷയ അടക്കമുള്ളവരുടെ പേരുകൾ ഇവിടെ ഉയർന്നു വരുന്നിരുന്നു. ഈ അക്ഷയ അടക്കം ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നതാണ് നമുക്ക് മനസ്സിലായി. CBI സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. CBIയുടെ ഫോറൻസിക് സംഘം, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ CBIയുടെ ഫോറൻസിക് സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. CBIയുടെ കൂടുതൽ സംഘവും ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് ഇപ്പോൾ CBIയുടെ ഫോറൻസിക് സംഘം കടക്കുകയാണ്. വിപുലമായിട്ടുള്ള പരിശോധനയായിരിക്കും ഇത്തരത്തിൽ നടത്തുക. ആ ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെ അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയുണ്ട്. അതായത് നേരത്തെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷങ്ങളൊക്കെ നടന്നതാണ്. സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ നടന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഹോസ്റ്റലിൽ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം വിദ്യാർത്ഥികളടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വന്ന പോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ഒരു പിഴവ്, അത് ഈ കേസിന് വലിയ തിരിച്ചടിയായിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് നയിച്ചില്ല. പിന്നീടാണ് ഈ കേസ് CBIക്ക് നൽകുവാൻ വേണ്ടി പിതാവടക്കം ഇത്തരത്തിൽ വരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ CBIക്ക് നൽകുവാനുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇറക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു കാലതാമസം വന്നിരുന്നു. അതിനുശേഷം പിന്നീട് ഈ CBIക്ക് നൽകിയെങ്കിലും വേണ്ട വിധത്തിലുള്ള രേഖകൾ നൽകിയിട്ടില്ല എന്നുള്ള ഒരു പരാതി കൂടി ഉണ്ടായിരുന്നു. അത് പിതാവ് കൃത്യമായി തന്നെ പറയുകയും തന്നെ വഞ്ചിച്ചതാണെന്നടക്കം പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കോടതി ഇടപെടുകയും കേന്ദ്ര സർക്കാർ ഇടപെടുകയും CBI സംഘത്തെ എത്രയും പെട്ടെന്ന് തന്നെ വയനാട്ടിലേക്ക് അയക്കുവാനുള്ള ഒരു തീരുമാനവും ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് പിന്നീട് CBI സംഘം ഈ വയനാട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ ഫോറൻസിക് സംഘത്തിന് മുൻപുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഈ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ് മരിച്ചു കഴിഞ്ഞതിൽ പിന്നെ ആ ബോഡി എടുത്തു മാറ്റിയത് ഇവിടുത്തെ ഡീനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമാണ്. അപ്പോൾ തന്നെ കുറച്ച് തെളിവുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘത്തിന് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെ വേണ്ടും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തെളിവുകൾ കണ്ടെത്തണമെങ്കിൽ വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും. അത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെ വേണ്ടിവരും. ആ രീതിയിലാണ് ഫോറൻസിക് സംഘമടക്കം, അതായത് CBIയുടെ ഫോറൻസിക് സംഘമടക്കം അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ CBIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച മുറിയടക്കം പരിശോധിക്കും, ശുചിമുറി അടക്കം പരിശോധിക്കും. ഓരോ വിദ്യാർത്ഥികളെയും വിളിച്ച് അവരെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. പോലീസ് അടക്കം ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണത്തിനാണ് CBI സംഘം കോപ്പ് കൂട്ടുന്നത്. ദേവിക.
അതുതന്നെയാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI ഫോറൻസിക് സംഘം വയനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. CBIയുടെ അന്വേഷണ സംഘത്തിലെ മുഴുവൻ പേരും നാളെ പൂക്കോട്ട് എത്തുമെന്ന് അറിയാൻ സാധിക്കുന്നു. അതേസമയം കേസ് കൊച്ചിയിലെ CBI കോടതിയിലേക്ക് മാറ്റുമെന്നും അറിയാൻ സാധിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു തുടങ്ങും. നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അറിയാൻ സാധിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.